സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും പകൽ വാർത്ത ആരംഭിക്കുന്നു. നോക്കാമാദ്യം തലക്കെട്ടുകൾ. ലോകം മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലുന്നു. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം റോമിൽ. അന്ത്യാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഡൊണാൾഡ് ട്രംപും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. കശ്മീർ അതിർത്തിയിൽ സംഘർഷ സാഹചര്യം കനത്തതോടെ അതീവ ജാഗ്രതയിൽ രാജ്യം. തിരിച്ചടിച്ച് സർവ്വസന്നാഹവും ഒരുക്കി സൈന്യവും സർക്കാരും. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ തന്നെ ഉറപ്പിക്കുന്ന രേഖകൾ ലോകരാഷ്ട്രങ്ങൾക്ക് കൈമാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കശ്മീരിൽ ഭീകരരുടെ വീടുകൾ തകർത്ത് സുരക്ഷാ സേന. രാജ്യാന്തര തലത്തിൽ നിഷ്പക്ഷ അന്വേഷണത്തിന് തയ്യാറെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും മുന്നറിയിപ്പ്. സിന്ധു ജലം തടഞ്ഞാൽ ഇന്ത്യയിൽ ചോര വീഴുമെന്ന് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ. സമുദ്രത്തിൽ ഇന്ത്യ സൈനിക നീക്കം നടത്തുന്നുവെന്ന് യാത്രക്കാർക്ക് അറിയിപ്പ്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ആരോപണങ്ങൾ സമ്മതിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ വീണ. CMRLന് സേവനം നൽകിയിട്ടില്ല. വീണയുടെ മൊഴി SFIയുടെ അന്തിമ റിപ്പോർട്ടിൽ. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ KM എബ്രഹാം ഒടുവിൽ കുടുങ്ങിയിൽ. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ CBI കേസെടുത്തു. തിരുവനന്തപുരം CBI കോടതിയിൽ FIR സമർപ്പിക്കും. CBIയുടെ നടപടി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം. ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ വീടിന്റെ പട്ടികയിൽ ഉൾപ്പെടുന്നവര് എല്ലാവരും ദുരന്തബാധിതർ തന്നെയാണോ എന്നത് ഇപ്പോ ഉറപ്പില്ല. മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി. വയനാട്ടിൽ ലീഗ് നിർമ്മിക്കുന്ന വീടുകൾ ദുരന്ത ബാധിതർക്ക് തന്നെയാണോ എന്ന് സംശയം. ലീഗ് സർക്കാരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ദൗർഭാഗ്യകരം. മാധ്യമങ്ങളെ ഒഴിവാക്കി മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം. ന്യൂസ് 18. അനന്ത് അംബാനി ഇനി റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മുഴുവൻ സമയ ഡയറക്ടർ. നിയമനം 5 വർഷത്തേക്ക്. പുതിയ എക്സിക്യൂട്ടീവ് ചുമതല റിലയൻസ് ബോർഡിലെ നിർണായക പദവികൾ വഹിച്ചതിന് പിന്നാലെ. പോപ്പിന് ലോകം വിട ചൊല്ലുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ഉടൻ ആരംഭിക്കും. ലോകരാജ്യങ്ങളിൽ നിന്നുള്ള 10,000-ങ്ങളാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുക. സെന്റ് മേരി മേജർ ബസിലിക്ക പള്ളിയിലാണ് പോപ്പിനെ ഖബറടക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കമുള്ള പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. സാധാരണ മാർപ്പാപ്പമാരിൽ നിന്നും വ്യത്യസ്തമായി ലളിതമായ രീതിയിലായിട്ടായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ. Exaudi nos Deus salutaris noster, una cum omnibus sanctis te deprecantes, et animam famulum tuo Pape nostri Francisci, qui ecclesia orationes es confisus, electorum tuorum iunge consortio, per Christum Dominum nostrum. Fratelli et sorelle, eleviamo ferventi suppliche a Dio Padre perché accolga il nostro pastore defunto nella dimora eterna e accresca la nostra fede nella risurrezione dei morti. Dominum deprecemur, te rogamus
ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, കൃത്യം 1:30 ഇന്ത്യൻ സമയം 1:30 സംസ്കാര ചടങ്ങുകൾ അത് ആരംഭിക്കുക. ലോകരാജ്യങ്ങളിൽ നിന്നുള്ള 10,000 പങ്കെടുക്കുന്നു. അതിലേറ്റവും പ്രത്യേകത ലോക നേതാക്കളുടെ പങ്കാളിത്തമുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉണ്ട്, ഒപ്പം അമേരിക്കൻ പ്രസിഡന്റ്, അങ്ങനെ പലരുടെയും സാന്നിധ്യമുണ്ട്. എന്താണ് സംസ്കാര ചടങ്ങുകളുടെ തുടക്കം, എങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്രത്യേകത? സജിത്ത്, ആഗോള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ജനകീയനായ മാർപ്പാപ്പയ്ക്ക് ലോകം കണ്ണീരോടെ വിട ചൊല്ലുകയാണ്. 266ാമത്തെ മാർപ്പാപ്പ എന്ന വിശേഷണത്തിന് അപ്പുറത്തേക്ക് 1282 വർഷങ്ങൾക്ക് ശേഷം യൂറോപ്പിന് പുറത്തുനിന്ന് മാർപ്പാപ്പയാകുന്ന ഒരു വ്യക്തിത്വം, അതോടൊപ്പം തന്നെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ എന്നുള്ള പ്രത്യേകതകളൊക്കെയുള്ള വ്യക്തി കൂടിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. മാത്രമല്ല, ലോകത്തിന്റെ നീതി നിഷേധം നടന്ന പല പ്രശ്നങ്ങളിലും വലിയ തരത്തിലുള്ള ഇടപെടൽ നടത്തിയ മഹാനായ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. അദ്ദേഹത്തിന് അതേ ആദരവോടെ തന്നെ വിട നൽകുകയാണ് ലോകം. ഏതാണ്ട് 50ഓളം ലോകരാഷ്ട്ര തലവന്മാർ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ, അർജന്റീനയുടെയും ഫ്രാൻസിന്റെയും ഉൾപ്പെടെയുള്ള പ്രസിഡന്റുമാർ ഉൾപ്പെടെ 50ഓളം ലോകരാഷ്ട്ര തലവന്മാർ, 200 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഭൌതികദേഹം പൊതുദർശനത്തിനായി വെച്ചിരുന്ന സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ എത്തിയിരുന്ന ഏതാണ്ട് 3 ലക്ഷത്തോളം ആളുകൾ അവിടെ വന്നു പോയിട്ടുണ്ടാകാം എന്നാണ് ഏകദേശ കണക്കുകൾ. ഇന്ന് നടക്കുന്ന അവസാനവട്ട സംസ്കാര ചടങ്ങുകളിൽ മാത്രം 2 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുമെന്നാണ് വിലയിരുത്തൽ. ഔദ്യോഗികമായ ചടങ്ങുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം പ്രത്യേക പേടകത്തിൽ സീൽ ചെയ്ത് അവിടെ നിന്ന് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന വത്തിക്കാൻ സിറ്റിക്ക് പുറത്തുള്ള സെന്റ് മേരീസ് മേജർ ബസലിക്കയിലേക്കായിരിക്കും മാറ്റുക. ഏതാണ്ട് 50 പേർ മാത്രമായിരിക്കും സ്വകാര്യമായി നടക്കുന്ന ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ മരണവിൽപ്പത്രത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് പൗളിൻ ചാപ്പലിനും ഫോർസർ ചാപ്പലിനും ഇടയിലുള്ള ഒരു വശത്തായിരിക്കണം അദ്ദേഹത്തിന് ശവകുടീരം അന്ത്യവിശ്രമ സ്ഥലം ഒരുക്കേണ്ടത്. ഈ മൃതദേഹം വഹിക്കുന്ന പേടകത്തിലും സംസ്കാരം നടക്കുന്ന സ്ഥലത്തും മറ്റൊരു തരത്തിലുള്ള അലങ്കാര വസ്തുക്കളും ഉണ്ടാകാൻ പാടില്ല. ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രമേ ഭൗതിക പേടകത്തിൽ എഴുതാൻ പാടുള്ളൂ എന്നൊക്കെ അദ്ദേഹം തന്നെ നേരത്തെ പരാമർശിച്ചിരുന്നു. ആ കാര്യങ്ങൾ അതുപോലെ തന്നെ ആവർത്തിച്ചുകൊണ്ടായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകിയതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ 21-ാം തീയതി തിങ്കളാഴ്ച ഇന്ത്യൻ സമയം, പ്രാദേശിക സമയം 7:35 അദ്ദേഹത്തിന്റെ സ്വവസതിയിൽ അദ്ദേഹം ഈ ശാരീരിക അവശതകളെ തുടർന്ന് ബുദ്ധിമുട്ടുന്നതിനിടയിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുത്തിയ സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഇങ്ങോട്ട് ലോകം മുഴുവൻ ദുഃഖത്തിലാകുന്ന ഒരു പശ്ചാത്തലം. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കം പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജു ഉൾപ്പെടെ, ഗോവ ഡെപ്യൂട്ടി സ്പീക്കർ ജോഷുവ പീറ്റർ ഡിസൂസ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘം, കേരളത്തിന്റെ പ്രതിനിധിയായി മന്ത്രി റോഷി അഗസ്റ്റിനുണ്ട്, കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവരും ഇന്ത്യൻ സംഘത്തിൽ അവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും രാജ്യത്ത് ഇന്ന് ഔദ്യോഗികമായ ദുഃഖാചരണം നിലനിൽക്കുകയാണ്. അതോടൊപ്പം കേന്ദ്ര മന്ത്രാലയം ഇറക്കിയിരിക്കുന്ന ഒരു പ്രസ്താവനയിൽ സേവനത്തിന്റെയും ലാളിത്യത്തിന്റെയും മാതൃകയായിരുന്ന ഒരു കുലീന വ്യക്തിത്വത്തെയാണ് ലോകത്തിന് നഷ്ടമായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും 1:30 തന്നെ സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗികമായി ആരംഭിക്കും. അതിന് മുന്നോടിയായി ലോകരാഷ്ട്ര തലവന്മാർ മുഴുവൻ, ഏതാണ്ട് 50ഓളം രാഷ്ട്ര തലവന്മാരും 200 രാജ്യങ്ങളുടെ പ്രതിനിധികളും അടക്കം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചതായാണ് ഔദ്യോഗികമായി പുറത്തുവരുന്ന വിവരങ്ങൾ. സംസ്കാര ചടങ്ങുകൾ കൃത്യം 1:30 തന്നെ ആരംഭിക്കും. വിശദമായി സംസ്കാര ചടങ്ങുകളുടെ പൂർണ്ണചിത്രം ന്യൂസ് 8-ലൂടെ പ്രേക്ഷകർക്ക് കാണാം. മാർപ്പാപ്പമാരുടെ ഖബറടക്കം ഏറെ പവിത്രമായ ഒന്നാണ് കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചും. അതുകൊണ്ട് നിത്യതയിലേക്കുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മടക്കം, ആ ചടങ്ങുകൾ 1:30 മുതൽ വിശദമായ പ്രേക്ഷകർക്ക് ന്യൂസ് 8-ലൂടെ. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, കടുപ്പിച്ച് ഇന്ത്യ. പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ നീക്കം ശക്തമാക്കി ഇന്ത്യ. 13 രാഷ്ട്ര തലവന്മാരുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹൽഗാം ആക്രമണത്തിൽ പാക് ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി.
സിന്ധു നദിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും നൽകില്ലെന്ന് ആവർത്തിച്ച ഇന്ത്യ പാകിസ്ഥാനെതിരായ നിലപാട് കടുപ്പിച്ചു. ഇന്ത്യ ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും നിഷ്പക്ഷ അന്വേഷണത്തിന് തയ്യാറാണെന്നും പാക് പ്രധാനമന്ത്രി പ്രതികരിച്ചു. ഭീകരതയ്ക്കെതിരെ നടപടി തുടങ്ങിയ ഇന്ത്യ നയതന്ത്ര തലത്തിലും പാകിസ്ഥാനെതിരെ നീക്കം കടുപ്പിക്കുകയാണ്. 13 രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും 30 രാജ്യങ്ങളുടെ അംബാസഡർമാരുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയും പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ബന്ധം ലോകരാജ്യങ്ങളെ ബോധിപ്പിച്ചു. സാങ്കേതികമായി ശേഖരിച്ച തെളിവുകളുടെ വിശദാംശങ്ങളാണ് ലോകരാജ്യങ്ങളെ അറിയിച്ചത്. സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നത് യുദ്ധമായി കണക്കാക്കുമെന്ന പാക് ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ. ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് നൽകില്ലെന്ന് ഇന്ത്യ ആവർത്തിച്ചു. പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടയാൻ സമഗ്രമായ പദ്ധതി ആവിഷ്കരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. വിഷയത്തിൽ പാക് രാഷ്ട്രീയ നേതൃത്വം പ്രകോപനം തുടരുകയാണ്. വെള്ളം മുടക്കിയാൽ ഇന്ത്യയിൽ ചോരപ്പുഴ ഒഴുകുമെന്നായിരുന്നു പാക് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ പ്രതികരണം. സിന്ധു നദി പാകിസ്ഥാന്റേതെന്നും ബിലാവൽ ഭൂട്ടോ പ്രതികരിച്ചു. ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് കൂടുതൽ വ്യക്തമാകുന്നതിനിടെ നിഷ്പക്ഷ അന്വേഷണത്തിന് തയ്യാറെന്ന പ്രതികരണവുമായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്ത് വന്നു. എന്നാൽ പഹൽഗാം ആക്രമണത്തിൽ പങ്കില്ലെന്ന പതിവ് നിലപാട് ഷഹബാസ് ആവർത്തിച്ചു. അതിനിടെ മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറായി സൗദിയും ഇറാനും രംഗത്ത് വന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ 3 ലഷ്കർ ഭീകരരുടെ വീടുകൾ കൂടി തകർത്ത് സുരക്ഷാ സേന. ഇതോടെ ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായി തകർത്ത വീടുകളുടെ എണ്ണം 5ആയി. അതേസമയം നിയന്ത്രണ രേഖയിൽ പ്രകോപനം തുടരുന്ന പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചു. എപ്പോൾ വേണമെങ്കിലും തിരിച്ചടിക്കാൻ സജ്ജമാണെന്നും ജാഗ്രത തുടരുന്നതായും കരസേന പ്രതികരിച്ചു. ഭീകരർക്കെതിരായ നടപടി സുരക്ഷാ സേന തുടരുകയാണ്. ലഷ്കർ കമാൻഡർ ഷാഹിദ് അഹമ്മദിന്റെ ഷോപ്പിയാൻ ചോട്ടിപ്പാറയിലെ വീടും സാക്കിർ അഹമ്മദ് ഗനിയുടെ കുൽഗാം മദൽഹാമയിലെ വീടുമാണ് തകർത്തത്. 4 വർഷമായി ഭീകര പ്രവർത്തനങ്ങൾ സജീവമായ ഷാഹിദ് അഹമ്മദ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. പഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ഭീകരനാണ് സാക്കിർ അഹമ്മദ് ഗനി. ഇന്നലെ ലഷ്കർ ഭീകരൻ ആദിൽ ഹുസൈൻ തോക്കർ, ആസിഫ് ഷെയ്ഖ് അസ്ഹാൻ ഉൽ ഹക്ക് എന്നിവരുടെ വീടുകൾ അധികൃതർ തകർത്തിരുന്നു. जो सस्पेक्ट है पहलगाम टेरर अटैक में एहसान शेख का भी नाम आ रहा है, तो आज यहाँ पर ये कार्रवाई अंजाम दी गई है. ये डेब्रिस में तब्दील किया गया है. आईडी ब्लास्ट में पूरा मकान इस वक्त मलबे में तब्दील हो गया है. അതേസമയം നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ 2ാം ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഇന്ത്യൻ പോസ്റ്റുകൾ ലക്ഷ്യം വെച്ച് നിയന്ത്രണ രേഖയിൽ വിവിധയിടങ്ങളിലായിരുന്നു ആക്രമണം. ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചു. പിന്നാലെ ഏതു സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന വീഡിയോ കരസേന സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. പാകിസ്ഥാനെതിരായ നടപടി ഇന്ത്യ കൂടുതൽ കടുപ്പിക്കുകയാണ്. ഇന്ത്യയിൽ തങ്ങുന്ന പാകിസ്ഥാൻ സ്വദേശികളോട് രാജ്യം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലുള്ളത് 104 പാക് പൗരന്മാരാണ്. ചികിത്സാ ആവശ്യത്തിനും പഠനത്തിനും വ്യാപാര ആവശ്യങ്ങൾക്കുമായി എത്തിയവരാണ് ഇവരിലേറെയും. ഇതിൽ താൽക്കാലിക വിസയുള്ള 8 പേർ പാകിസ്ഥാനിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻകാർ രാജ്യം വിടണമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയത്. വ്യാപാര ആവശ്യത്തിനും പഠനത്തിനും ഉൾപ്പെടെ എത്തിയിട്ടുള്ളവർ നാളെയും ചികിത്സാ ആവശ്യത്തിനെത്തിയിട്ടുള്ളവർ 29-നകവും മടങ്ങണം. കേരളത്തിൽ 104 പാകിസ്ഥാൻകാരാണുള്ളത്. താൽക്കാലിക വിസയുണ്ടായിരുന്ന 8 പേർ ഇതിനകം മടങ്ങി. വിസ കാലാവധി തീർന്ന കുട്ടികളുടെ കാര്യത്തിലടക്കം അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ദീർഘകാല വിസയുടെ കാലാവധിയും കേന്ദ്രം റദ്ദാക്കിയിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി കൂടിയാലോചിച്ച ശേഷം കേരളം തുടർ നടപടികൾ സ്വീകരിക്കും. പാകിസ്ഥാനിൽ നിന്നെത്തിയ ഹിന്ദുക്കൾ മടങ്ങേണ്ടതില്ല എന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 200 പാകിസ്ഥാനികളാണുള്ളത്. ആന്ധ്രയിൽ 235 പേരുമുണ്ട്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരോടും മടങ്ങിപ്പോകാൻ ഇന്ത്യ നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ നേപ്പാളിലും കനത്ത പ്രതിഷേധം. ആക്രമണത്തിൽ നേപ്പാൾ പൗരൻ സുന്ദീർ നുപേൻ എന്ന യുവാവും കൊല്ലപ്പെട്ടിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് നേപ്പാളിൽ പാകിസ്ഥാൻ എംബസിക്ക് നേരെ ജനങ്ങൾ ഇരമ്പിയെത്തി.
പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുണ്ടായ സ്ഫോടനത്തിൽ 10 പാക് സൈനികർ കൊല്ലപ്പെട്ടു. ക്വറ്റയിലാണ് ആക്രമണമുണ്ടായത്. ബലൂച്ച് തലസ്ഥാനമായ ക്വറ്റയിലെ മാർഗരറ്റ് ചൗക്കിൽ സൈനിക വാഹനം IED ഉപയോഗിച്ച് തകർത്താണ് ആക്രമണം. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം വിമതരുടെ സംഘടനയായ ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസം കാലാട്ട് മേഖലയിലുണ്ടായ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സൈനിക വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണം. പഹൽഗാം ഭീകരാക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. ആരോ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നുഴഞ്ഞു കയറി പോസ്റ്റ് ഇടുകയായിരുന്നുവെന്നും ഹാക്കിങ്ങിന് പിന്നിൽ ഇന്ത്യ സർക്കാരാണെന്നുമാണ് TRF പറയുന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുണ്ടായ സ്ഫോടനത്തിൽ 10 പാക് സൈനികർ കൊല്ലപ്പെട്ടു. ക്വറ്റയിലാണ് ആക്രമണമുണ്ടായത്. ബലൂച്ച് തലസ്ഥാനമായ ക്വറ്റയിലെ മാർഗരറ്റ് ചൗക്കിൽ സൈനിക വാഹനം IED ഉപയോഗിച്ച് തകർത്താണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം വിമതരുടെ സംഘടനയായ ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. ഇന്ത്യക്കാരുടെ കഴുത്ത് വെട്ടുമെന്ന ഭീഷണിയുമായി ലണ്ടനിലെ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥൻ. ഇന്ത്യൻ പൗരന്മാർ പാക് നയതന്ത്ര ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനം നടത്തുമ്പോഴായിരുന്നു പാക് ഉദ്യോഗസ്ഥൻ്റെ ഈ ഭീഷണി. ഇന്ത്യൻ സൈനികനായ അഭിനന്ദൻ വർദ്ധമാൻ്റെ ചിത്രവും കയ്യിൽ പിടിച്ചാണ് പാക് ഉദ്യോഗസ്ഥൻ കഴുത്തുവെട്ടുമെന്ന ആംഗ്യം കാണിച്ചത്. പുൽവാമ അറ്റാക്കിന് പിന്നാലെ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൽ പാകിസ്ഥാൻ്റെ പിടിയിലായ അഭിനന്ദനെ ഇന്ത്യ പിന്നീട് മോചിപ്പിച്ചു. പാകിസ്ഥാൻ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ വിമാന കമ്പനികൾക്ക് നിർദ്ദേശങ്ങളുമായി DGCA. യാത്രാ സമയം അടക്കമുള്ള കാര്യങ്ങളിൽ ക്രമീകരണം വരുത്താൻ വിമാന കമ്പനികൾ തയ്യാറാവണം. ഡൽഹി അടക്കം വടക്കേ ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമൊരുക്കണം. രാജ്യാന്തര വിമാന സർവീസുകളിൽ പലതും 4 മണിക്കൂർ വരെ അധിക സമയമെടുക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യ സൈനിക മുന്നൊരുക്കം നടത്തുന്നതായി പാകിസ്ഥാൻ്റെ മുന്നറിയിപ്പ്. സമുദ്രത്തിലൂടെയുള്ള യാത്രികർക്കുള്ള ജാഗ്രതാ നിർദ്ദേശമായിട്ടാണ് പാകിസ്ഥാൻ ഇത് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ സൈനിക അഭ്യാസത്തിന് തയ്യാറെടുക്കുന്നതിന് ഭാഗമായിട്ടാണ് ഈ നീക്കമെന്നാണ് സൂചന. മറ്റു വാർത്തകൾ നോക്കാം. ചരിത്രകാരൻ MGS നാരായണൻ അന്തരിച്ചു. കോഴിക്കോട്ടെ മലാപ്പറമ്പിലുള്ള വീട്ടിലായിരുന്നു അന്ത്യം. 92 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ ചെയർമാനായിരുന്നു. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, പൊതുദർശനം വേണ്ടെന്ന അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? സംസ്കാര ചടങ്ങുകൾ എപ്പോൾ നടക്കും? സജിത്ത്, അദ്ദേഹത്തിന് പൊതുദർശനം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ വീട്ടിലെത്തി കാണാൻ വേണ്ടി നിരവധി ആളുകളാണ് അവിടേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ ഒപ്പം ചരിത്ര മേഖലകളിലേക്ക് നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 3:30 വരെ ആ വീട്ടിൽ ആളുകൾക്ക് അദ്ദേഹത്തെ കാണുന്നതിനുള്ള ഒരു സമയം ഉണ്ടായിരിക്കും. അതിനുശേഷം ലഘുവായ കർമ്മങ്ങൾ നടത്തും. പിന്നീട് മാവൂർ റോഡിലെ ശ്മശാനത്തിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകും. 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം നിർഭയനായ, നിഷ്പക്ഷമായ ചരിത്രത്തെ നോക്കിക്കഴിയുന്ന ഒരു വ്യക്തി എന്ന് തന്നെയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന എല്ലാവരും അനുസ്മരിക്കുന്നത്. ഓരോ കാലത്തും ഭരണാധികാരികൾ മാറി വരുന്നതിനനുസൃതമായി നിലപാടുകൾ മാറ്റുകയോ ചരിത്രത്തെ വളച്ചടയ്ക്കുകയോ ചെയ്യുന്ന ആളല്ല. ഒപ്പം ഭാഗികമായ വീക്ഷണം എന്നതിലുപരി ഒരു കാര്യത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ കാണുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്നും പറയുന്നു. കല്ലിലും പാറയിലും ചെമ്പിലും ഒക്കെ കൊത്തിവെച്ചിരുന്ന ലിഖിതങ്ങളെ കേരളത്തിന്റെ ചരിത്രമാക്കി മാറ്റുക, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ചരിത്രമാക്കി മാറ്റുക എന്ന വലിയ ദൗത്യമാണ് അദ്ദേഹം ചെയ്തതെന്നും പറയുന്നുണ്ട്. അദ്ദേഹം നിശ്ചിതമായി രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുമ്പോഴും അതിനെ കൃത്യമായ ഒരു ശാസ്ത്രീയ അടിത്തറയിൽ കാര്യങ്ങളെ കാണുന്ന ഒരു തരത്തിലേക്ക് തന്നെയാണ് പോവുകയും ചെയ്തത്. എന്തായാലും അദ്ദേഹത്തെ അന്തിമോപചാരം അർപ്പിക്കാനായി നിരവധി പേരാണ് ഈ വീട്ടിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. സച്ചിൻ.
MGS നാരായണൻ അന്തരിച്ചു. വൈകിട്ടോടെ സംസ്കാരം മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI കേസെടുത്തു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. FIR ഇന്ന് തിരുവനന്തപുരം CBI കോടതിയിൽ സമർപ്പിക്കും. അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് CBI നടപടി. മുംബൈയിലെ 3 കോടി വിലയുള്ള അപ്പാർട്ട്മെന്റ്, തിരുവനന്തപുരത്തെ 1 കോടിയുടെ അപ്പാർട്ട്മെന്റ്, കൊല്ലം കടപ്പാക്കടയിലെ 8 കോടി വിലയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കം KM എബ്രഹാം സമ്പാദിച്ച ആസ്തികൾ വരവിൽ കവിഞ്ഞ സ്വത്താണെന്നാണ് പരാതിക്കാരനായ ജോമോൻ പുത്തമ്പുരക്കലിന്റെ ആരോപണം. പരാതി ആദ്യം അന്വേഷിച്ചത് വിജിലൻസ് ആയിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ വിജിലൻസിന് നിശിത വിമർശനവും കേൾക്കേണ്ടി വന്നു. KM എബ്രഹാമിന് എതിരായ CBI അന്വേഷണം പ്രതിപക്ഷവും സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി. അതേസമയം KM എബ്രഹാമിനെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞിട്ടുള്ളതാണെന്ന് മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരണമോ എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുമെന്നും രാജീവ് പറഞ്ഞു. അതിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയല്ലോ, നിയമപരമായിട്ടുള്ള ചിലത് കൂടി നടക്കുന്നുണ്ട്, അത് ബാക്കി കാര്യങ്ങൾ പരിശോധിച്ചിട്ട് വ്യക്തമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വ്യക്തമാക്കാവുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരുത്തും. ഇപ്പോൾ കോടതി ഒരു ഘട്ടമല്ലല്ലോ, അതിന് മുകളിലേക്കുള്ള ഇതിൽ അദ്ദേഹം പോയിട്ടുണ്ടല്ലോ, നമുക്ക് നോക്കാം. KM എബ്രഹാമിനെ പിന്തുണച്ച് EP ജയരാജനും രംഗത്ത് വന്നു. ഇപ്പോഴുള്ളത് ആരോപണം മാത്രമാണെന്നും ആരോപണത്തിന്റെ പേരിൽ ഒരാളെ കുറ്റക്കാരനാണെന്ന് പറയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരാളുടെ പേരിൽ കുറ്റം ആരോപിച്ചാൽ അയാൾ കുറ്റവാളിയല്ല, അദ്ദേഹത്തിന്റെ പേരിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലേ ഇപ്പോഴുള്ളത്. ആ കാര്യങ്ങളെല്ലാം വിശദമായി ഗവൺമെന്റ് പരിശോധിക്കും. റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം തുടർ നടപടികളിലേക്ക് CBI കടക്കും. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ വൈകാതെ ഉണ്ടാകും. ന്യൂസ് 18 കൊച്ചി. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് സ്വന്തം മൊഴി കുരുക്കാവുകയാണ്. CMRLന് സേവനം നൽകിയിട്ടില്ലെന്നാണ് വീണയുടെ മൊഴി. SFIO അന്വേഷണ റിപ്പോർട്ടിലാണ് മൊഴിയുടെ വിശദാംശങ്ങളുള്ളത്. സേവനം നൽകിയിട്ടില്ലെന്ന് CMRL ഉദ്യോഗസ്ഥർ മൊഴി നൽകിയതായും SFIOയുടെ റിപ്പോർട്ടിൽ പറയുന്നു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉയർന്ന ആരോപണങ്ങളെ ശരിവെക്കുന്നതാണ് വീണ വിജയന്റെ മൊഴി. ചെന്നൈ ഓഫീസിൽ വെച്ചുള്ള ചോദ്യം ചെയ്യലിലാണ് വീണയുടെ നിർണായക മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. വീണയുടെ എക്സാലോജിക് കമ്പനി ഒരു സേവനവും നൽകിയിട്ടില്ലെന്ന് IT വിഭാഗം മേധാവിയും മറ്റുദ്യോഗസ്ഥരും മൊഴി നൽകിയിട്ടുണ്ടെന്നും SFIO കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. IT കൺസൾട്ടൻസി സേവനങ്ങളുടെ മറവിൽ വീണ CMRLൽ നിന്ന് 2.78 കോടി സ്വീകരിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ചെയ്ത ജോലിക്ക് പണം വാങ്ങിയെന്ന രീതിയിലുള്ള വിശദീകരണങ്ങളാണ് വിവാദവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പ്രതിരോധം തീർക്കാൻ CPM ഉപയോഗിച്ചിരുന്നത്. എന്നാൽ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത്തരം വിവാദങ്ങൾ പോലും ഇനി നിലനിൽക്കില്ല. വീണ വിജയൻ CMRLന് സേവനങ്ങൾ നൽകിയതിന്റെ തെളിവുകൾ ഒന്നുമില്ലെന്ന് നേരത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നുവെങ്കിലും മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവരുന്നത് ഇപ്പോഴാണ്. എറണാകുളം സെഷൻസ് കോടതിയിൽ SFIO സമർപ്പിച്ച കുറ്റപത്രവും മൊഴിപ്പകർപ്പുമെല്ലാം EDയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 72 സാക്ഷികളും 117 രേഖകളുമാണ് SFIOയുടെ കുറ്റപത്രത്തിലുള്ളത്. ന്യൂസ് 18 കൊച്ചി. അതേസമയം വീണ വിജയൻ ഇങ്ങനെയൊരു മൊഴി നൽകിയിട്ടില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിൻ്റെ പ്രതികരണം. തെറ്റായ വാർത്തകളാണ് ഇക്കാര്യത്തിൽ പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ കണ്ടു. AKG സെന്ററിലായിരുന്നു കൂടിക്കാഴ്ച. പൂരത്തിന് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചെന്നും പങ്കെടുക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ പിന്നീട് വ്യക്തമാക്കി. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ വന്നു, അദ്ദേഹത്തെ കണ്ടു, ഞങ്ങളുടെ ബ്രോഷറും കാര്യങ്ങളൊക്കെ കൊടുത്തു, അദ്ദേഹത്തെ ക്ഷണിച്ചു. പൂരത്തിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ആശങ്കയുമില്ല. പ്രാവശ്യം വളരെ നല്ല രീതിയിൽ നടക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ ആശങ്കകളൊക്കെ ഒഴിഞ്ഞു എന്ന് വേണം പറയാൻ. എല്ലാം നല്ല രീതിയിൽ നടക്കും. സംസ്ഥാനത്ത് വൻ ലഹരി മരുന്നു വേട്ട. കാരശ്ശേരി, കൊച്ചി, ആര്യങ്കാവ് എന്നിവിടങ്ങളിൽ നിന്നായി ഹൈബ്രിഡ് കഞ്ചാവും ബ്രൗൺ ഷുഗറും അടക്കം കോടിക്കണക്കിന് രൂപയുടെ ലഹരിയാണ് പിടിച്ചെടുത്തത്. 5.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് കൊച്ചിയിൽ നിന്നും മാത്രം പിടിച്ചെടുത്തത്. റാസൽ ഖൈമയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന കഞ്ചാവ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റംസ് പിടിച്ചെടുക്കുകയായിരുന്നു. മലപ്പുറം സ്വദേശി ഷിബുവിനെ അറസ്റ്റ് ചെയ്തു.
കോഴിക്കോട് കാരശ്ശേരിയിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിൽ നടന്ന പരിശോധനയിൽ ബ്രൗൺ ഷുഗർ കണ്ടെത്തി. അരിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ബ്രൗൺ ഷുഗർ. മലയോര മേഖലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ സിന്തറ്റിക് ലഹരിയുടെ വിൽപ്പനയും ഉപയോഗവും വർദ്ധിക്കുന്നു എന്ന വിവരത്തെ തുടർന്നാണ് എക്സൈസ് പരിശോധന നടത്തിയത്. യുവാക്കളെയും അതിഥി തൊഴിലാളികളെയും ലക്ഷ്യം വെച്ചായിരുന്നു കച്ചവടം. അസം സ്വദേശികളായ ആഷിഖ്, ജുസ്ന ബീഗം എന്നിവരെ എക്സൈസ് സംഘം പിടികൂടി. കൊല്ലം ആര്യങ്കാവിൽ KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 12.5 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. തെങ്കാശിയിൽ നിന്നും കായംകുളത്തേക്കുള്ള ബസ് തടഞ്ഞായിരുന്നു എക്സൈസിന്റെ പരിശോധന. പാലക്കാട് സ്വദേശികളായ മുബഷീർ, പ്രജോഷ് എന്നിവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഒഡീഷയിൽ നിന്നും വാങ്ങിയ കഞ്ചാവ് എറണാകുളത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇരുവരും പിടിയിലായത്. എറണാകുളത്തെ മൊത്ത വിതരണക്കാരന് വേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ലഹരി വ്യാപനം തടയുന്നതിനായി സംസ്ഥാനത്തെ വിവിധ അന്വേഷണ ഏജൻസികൾ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. അയ്യന്തോൾ ഗ്രൗണ്ടിനടുത്തുള്ള വീടിന് സമീപമാണ് പൊട്ടിത്തെറി ഉണ്ടായത്. തനിക്ക് നേരെയുണ്ടായ ആക്രമ സംഭവമാണെന്നും സംഭവത്തിന് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. അപ്പോൾ വളരെ ഉഗ്രമായിട്ടുള്ള ശബ്ദത്തിൽ ഈ പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ ഞാൻ മാത്രമല്ല, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ ഓപ്പോസിറ്റിൽ താമസിക്കുന്ന 2 വീട്ടുകാരും പുറത്തിറങ്ങി. അത്രയും വലിയ ശബ്ദത്തിലാണ് അത് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് തീർച്ചയായിട്ടും പോലീസ് സംഭവ സ്ഥലത്തെത്തി. എൻ്റെ സഹപ്രവർത്തകരെല്ലാവരും വന്നു. അപ്പോൾ ഇവരും പോലീസുമായിട്ട് സംസാരിച്ചു. ജില്ലയുടെ അധ്യക്ഷനുണ്ട്, വിവിധ ചുമതലയിൽ പ്രവർത്തിക്കുന്ന ഭാരവാഹികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പോലീസ് അധികാരികളുമായിട്ട് അവരെല്ലാവരും സംസാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഈ കൃത്യം നിർവഹിച്ച ആളുകളെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്തണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. ശോഭാ സുരേന്ദ്രന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ EP ജയരാജനും പ്രതികരിച്ചു. പടക്കം എവിടെയെല്ലാം പൊട്ടുന്നുണ്ട്, വിഷു കഴിഞ്ഞതല്ലേ ഉള്ളൂവെന്നും ശോഭയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. എവിടെയെല്ലാം പടക്കം പൊട്ടുന്നുണ്ട്. വിഷു അല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സ്ഥലത്തും പടക്കം പൊട്ടു. ആ പടക്കമെല്ലാം പലതിൻ്റെ ഭാഗമായിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ എനിക്ക് അവരെ അറിയില്ല. എനിക്കറിയാത്ത ഒരാളെക്കുറിച്ചും എനിക്ക് അവരെക്കുറിച്ച് മറ്റ് വിവരങ്ങളൊന്നും എനിക്കില്ല. അതുകൊണ്ടൊരു കാര്യം സംബന്ധിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. മോട്ടോർ വാഹന വകുപ്പിൽ കൂട്ട സ്ഥലം മാറ്റം. 110 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ സ്ഥലം മാറ്റി ഉത്തരവിറക്കി. 48 മണിക്കൂറിനുള്ളിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കണമെന്നാണ് ഉത്തരവ്. പെരുമ്പാവൂർ മുടിക്കലിൽ പ്രഭാത നടത്തത്തിനിടെ കാൽ വഴുതി പുഴയിൽ വീണ പെൺകുട്ടി മരിച്ചു. മുടിക്കൽ സ്വദേശി ഫാത്തിമയാണ് മരിച്ചത്. ഫാത്തിമയ്ക്കൊപ്പം പുഴയിൽ വീണ സഹോദരി ഫർഹത്തിനെ സമീപത്ത് ചൂണ്ടയിട്ടുകൊണ്ടിരുന്നയാൾ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലാണ് ഫാത്തിമയുടെ മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ നടത്തം കഴിഞ്ഞ് പുഴയരികിലുള്ള പാറയിൽ നിൽക്കുമ്പോഴാണ് കാൽ വഴുതി ഇവർ വെള്ളത്തിൽ വീണത്. വിതുര താവയ്ക്കലിൽ ഒഴുക്കിൽപ്പെട്ട് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ചെന്നൈ സ്വദേശി മോഹൻരാജ് സുബ്രഹ്മണ്യമാണ് മരിച്ചത്. മോഹൻരാജ് ഉൾപ്പെടെ 10 അംഗ സംഘം തവയ്ക്കലുള്ള വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനെത്തിയതാണ്. ഇതിനിടയിലാണ് അപകടമുണ്ടായത്. വിതുര ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ മുഴുവൻ സമയ ഡയറക്ടറായി അനന്ത് അംബാനിയെ നിയമിച്ചു. അടുത്ത മാസം 1 മുതൽ 5 വർഷത്തേക്കാണ് നിയമനം. റിലയൻസ് ബോർഡിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് അനന്ത് അംബാനി എക്സിക്യൂട്ടീവ് റോൾ ഏറ്റെടുക്കുന്നത്. ജിയോ പ്ലാറ്റ്ഫോം, റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ്, റിലയൻസ് ന്യൂ എനർജി, റിലയൻസ് ന്യൂ സോളാർ എനർജി എന്നിവയുൾപ്പെടെയുള്ള റിലയൻസ് ഗ്രൂപ്പ് കമ്പനികളുടെ ബോർഡുകളിലും അനന്ത് അംബാനി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. 22 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 9,005, പവന് 72,040. 18 ക്യാരറ്റ് ഗ്രാമിന് 7,460, പവന് 59,680. വെള്ളി ഗ്രാമിന് 110 രൂപ, കിലോഗ്രാമിന് 1,10,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത്
Kavita Gold and Diamonds. Choose your special. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഖബറടക്ക ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഇനി പ്രത്യേക പരിപാടിയാണ്. രഞ്ജിത് രാമചന്ദ്രൻ ചേരും.